വയനാട് കേണിച്ചിറ എടക്കാടിൽ വീണ്ടും കടുവയിറങ്ങി. കഴിഞ്ഞ ദിവസം കൊന്ന പശുവിനെ ഭക്ഷിക്കാനാണ് കടുവയെത്തിയത്. ദൃശ്യങ്ങൾ 24-ന്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഇന്നലെ വൈകിട്ട് 5:30യോടുകൂടിയാണ് ഈ എടക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് തെക്കേ പുന്നാപ്പള്ളിൽ വർഗീസിന്റെ 3 വയസ്സ് പ്രായമുള്ള കറവ പശുവിനെ കടുവ പിടികൂടിയത്. കടുവ കഴുത്ത് മുറിച്ച നിലയിലാണ്, കടിച്ചു മുറിക്കുകയായിരുന്നു. ഇത് കടുവയെ കണ്ടിരുന്നു വർഗീസ്. ഇത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് കടുവ തിരിഞ്ഞോടുകയാണ് ഇന്നലെ സംഭവിച്ചത്. ഇതിനുശേഷം 3 ക്യാമറ ട്രാപ്പുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് കൂടെ എത്തിക്കുമെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ കർഷക സംഘത്തിൻ്റെതടക്കമുള്ള നേതാക്കളടക്കം അവിടെ എത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി അവർ അവിടെ ആ പ്രദേശത്തുള്ളപ്പോഴാണ് അതായത് ഈ കടുവ പിടിച്ച പശുവിന്റെ ജഡം അവിടെയുണ്ട്. അത് ഏതാണ്ട് അതിന്റെ അകലെയായി നിൽക്കുന്ന സമയത്താണ് കുരങ്ങുകൾ അസാധാരണമായ ശബ്ദം പുറപ്പെടുവിച്ചത്. ഇതേ തുടർന്ന് ഇവരെല്ലാം തന്നെ മാറി നിന്നു. പൊടുന്നനെയാണ് കടുവ വീണ്ടും എത്തിയത്. കടുവ എത്തി ഈ അവശിഷ്ടം, അതായത് ജഡത്തിന്റെ അവശിഷ്ടം തിന്നാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് പിന്നീട് ഇത് വീണ്ടും കാട്ടിലേക്ക് മറയുകയാണ് ഉണ്ടായത്. ഏതാണ്ട് ഒരു വനത്തിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ കൂട് അവിടെ എത്തിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കടുവയെ കൂടുവെച്ച് കടുവ കൂട്ടിൽ കയറും എന്നുള്ള തരത്തിൽ പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചും വനംവകുപ്പ് സംബന്ധിച്ചും ഉള്ളത്. മാത്രമല്ല ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഭീതി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കാർഷിക മേഖലയാണ്. അവിടെയെല്ലാം തന്നെ ഈ പശുവിനെയും മറ്റും വളർത്തി ഉപജീവനം നടത്തുന്ന ആളുകൾ ധാരാളമുണ്ട്. അവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. കടുവ കൂട്ടിലാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനം വകുപ്പിനും നാട്ടുകാർക്കും ഉള്ളത്. വേണു. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.